മോർണിംഗ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലെയിം നോട്ട് ദ മെസ്സഞ്ചർ ഇൻ ഇന്ത്യാസ് ഡിപ്ലോമസി. അതായത് ഇന്ത്യക്ക് ഉറി അറ്റാക്കിനായാലും അതേക്ക് തന്നെ പുൽവാമ അറ്റാക്കിലായാലും ഒക്കെ കിട്ടിയ ഒരു ഗ്ലോബൽ സപ്പോർട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാര്യകാരണങ്ങളാണ് നമ്മൾ ആ ഒരു എഡിറ്റോറിയലിൽ നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, എക്സിറ്റിംഗ് റെഫ്യൂജി സ്റ്റാറ്റസ് ഗെറ്റിംഗ് ബാക്ക് ഡിഗ്നിറ്റി. അതായത് ഇന്ത്യ ടിബറ്റൻ റെഫ്യൂജീസിനെ ആയാലും അതേക്ക് തന്നെ ശ്രീലങ്കൻ റെഫ്യൂജീസിനെ ആയാലും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു പോളിസി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, വിൽ ഡിലേയിങ് ദ സെൻസസ് അഫക്ട് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നത്. കോവിഡ് ഇഷ്യൂസ് കാരണമാണ് അത് ഇത്രത്തോളം ഡിലേ ആയിട്ടുള്ളത്. ഇത്രത്തോളം ഈ ഒരു ഡിലേനെസ് എന്ന് പറയുന്നത് വെൽഫെയർ പോളിസീസിനെ ആയാലും ഗവൺമെൻറ് സ്കീംസിനെ ആയാലും ഗവേണൻസിനെ ആയാലും ഒക്കെ എത്രത്തോളം ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് തേർഡ് എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ, വൈ ഇന്ത്യ ഷുഡ് അഡ്രസ് ഇറ്റ്സ് പ്രൊപ്പൽഷൻ ഗ്യാപ്പ്. ഇന്ത്യ കൂടുതലും ഇമ്പോർട്ടഡ് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ പ്രൊപ്പൽഷൻ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഫോർത്ത് എഡിറ്റോറിയൽ നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ, AAIB yet to decide where AI black box will be decoded. അതായത് അഹമ്മദാബാദ് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സോ ബ്ലാക്ക് ബോക്സ് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് എവിടെ വെച്ച് ഡീകോഡ് ചെയ്യണം, ഇൻഡിജിനസ് ആയിട്ടാണോ എബ്രോഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ദ അൺറെഗുലേറ്റഡ് ഡ്രിങ്ക് റീതിങ്കിങ് ആൽക്കഹോൾ കൺട്രോൾ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ആൽക്കഹോൾ കൺസപ്ഷൻ വളരെ അധികം കൂടിയിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന എക്കോണമിക് ആൻഡ് സോഷ്യൽ കോസ്റ്റ് എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ലാസ്റ്റ് എഡിറ്റോറിയൽ നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ഇനി ഓരോ ന്യൂസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലെയിം നോട്ട് ദ മെസ്സഞ്ചർ ഇൻ ഇന്ത്യാസ് ഡിപ്ലോമസി. ഗ്ലോബൽ സപ്പോർട്ട് ഗ്യാപ്പ് പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ. അതായത് ഉറി അറ്റാക്കിലായാലും ഈ പറഞ്ഞ പുൽവാമ അറ്റാക്കിലായാലും ഒക്കെ ഇന്ത്യക്ക് കിട്ടിയ ആ ഒരു ഗ്ലോബൽ സപ്പോർട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ലഭിച്ചിട്ടില്ല. അതിൻ്റെ റീസൺസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാന് UN-ലായാലും മറ്റ് ഫോറംസിലായാലും ഒക്കെ ലഭിക്കുന്ന ആ ഒരു ഡിപ്ലോമാറ്റിക്കലി ആ ഒരു സപ്പോർട്ട് ഇന്ത്യക്ക് ലഭിക്കുന്നില്ല. അതെന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ക്രിറ്റിസിസം ഓഫ് ഇന്ത്യാസ് ഫോറിൻ മെസ്സേജിങ്. ഇന്ത്യയുടെ സ്റ്റാൻഡ് അറിയിക്കാനായിട്ട് ഒരുപാട് നേതാക്കന്മാരെ ഒക്കെ പല വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും അത്രത്തോളം ഫലപ്രാപ്തി എത്തിയില്ല എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ന്യൂ അഗ്രസീവ് നെറേറ്റീവ് എന്ന് പറയുന്നത് ടെററിസത്തെ വാർ കൊണ്ട് നേരിടുക. ആ ഒരു രീതി പല ലോകരാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ നിലവിൽ സാധിച്ചിട്ടുമില്ല. അതേപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിവൈഡ് ഇല്ലാതാക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. പക്ഷേ അത് അത്രത്തോളം തന്നെ കൺവേ ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്നും സാധിച്ചിട്ടുമില്ല. ആൻഡ് ഡൊമസ്റ്റിക് ഇഷ്യൂസ് ഇമ്പാക്റ്റിംഗ് ഡിപ്ലോമസി. അതായത് ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് വാല്യൂസ് ഗ്ലോബലി നോക്കുമ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ CAA ഇഷ്യൂസ് ആയാലും ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ ആയാലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ആ ഒരു ഡെമോക്രാറ്റിക് ബാക്ക് സ്ലൈഡിംഗ് ആണ് ഗ്ലോബലി ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇത് ഇന്ത്യയുടെ മോറൽ സ്റ്റാൻഡിങ് ഗ്ലോബലി നോക്കുമ്പോൾ വീക്കൻ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പാകിസ്ഥാൻ സ്പോൺസേർഡ് ടെററിസത്തെ നമുക്ക് വളരെ നല്ലൊരു മികച്ചൊരു രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ ഇതേവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ്, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. അതായത് ഈ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന പഹൽഗാം അറ്റാക്കിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ലഷ്കർ ഇ തൊയ്ബ സപ്പോർട്ട് ചെയ്യുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ള ഗ്രൂപ്പായിരുന്നു. സോ ഇവർ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെറർ ഗ്രൂപ്പാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ 2019 തൊട്ട്, അതായത് ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ ടൈം തൊട്ടേ ഈ ഒരു ഗ്രൂപ്പ് അവിടെ ആക്റ്റീവാണ്. ഈ പറയുന്ന പഹൽഗാം അറ്റാക്കിന് പിന്നിലുള്ള സൂത്രധാരർ ഈ പറയുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയിരുന്നു. അതേണക്ക് ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിൽ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഈ പറഞ്ഞ ടെറർ ലിസ്റ്റിങ്ങിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും വളരെയധികം രീതിയിൽ റെസിസ്റ്റൻസ് ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരുന്നുമുണ്ട്. ആൻഡ് FATF ഗ്രേ ലിസ്റ്റ് ആൻഡ് ഇന്ത്യാസ് പുഷ്. FATF ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി ടെറർ ഫൈനാൻസിങ് ലോസ് വളരെയധികം വീക്കനായ രാജ്യങ്ങളെ ആയിരിക്കും FATF ഗ്രേ ലിസ്റ്റിൽ പെടുത്തുക. ആൻഡ് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഈ പറഞ്ഞ ടെറർ അറ്റാക്സിൻ്റെ പേരിൽ ഗ്രേ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഗ്രേ ലിസ്റ്റിങ്ങിലേക്ക് വന്നാൽ പാകിസ്ഥാൻ്റെ എക്കോണമിനെയായാലും അതേസമയം തന്നെ പാകിസ്ഥാൻ്റെ ഗ്ലോബൽ ഇമേജിനെയായാലും ഒക്കെ വളരെയധികം മോശമായ രീതിയിൽ ബാധിക്കും. ആൻഡ് മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2 ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യസ് ഡിപ്ലോമാറ്റിക് ചലഞ്ചസ്
പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ ആൻഡ് സ്ട്രാറ്റജിക് മെസ്സേജിംഗ് മിസ്മാച്ച്, India-Pakistan relations and shifting global response in cross-border terrorism, impact of India's internal democratic image on foreign policy effectiveness തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, എക്സിറ്റിംഗ് റെഫ്യൂജി സ്റ്റാറ്റസ് ഗെറ്റിംഗ് ബാക്ക് ഡിഗ്നിറ്റി. അതായത് ഇന്ത്യ ടിബറ്റൻ റെഫ്യൂജീസിനെയായാലും അതിനൊക്കെ തന്നെ ശ്രീലങ്കൻ റെഫ്യൂജീസിനെയായാലും ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു പോളിസി ട്രീറ്റ്മെൻറ്റുള്ള വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. ലീഗൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് ഓവർ ശ്രീലങ്കൻ റെഫ്യൂജീസ്. അതായത് 2 റീസെൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ശ്രീലങ്കയിലേക്ക് ഒരു റെഫ്യൂജിനെ തിരിച്ചയച്ചതും അതേണക്ക് തന്നെ അവർക്കിവിടെ റെഫ്യൂജി സെറ്റിൽമെൻറ്റ് കൊടുക്കാൻ സെൻട്രൽ ഗവൺമെൻറ് സമ്മതിക്കാത്തതും ഒക്കെ വളരെയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ലീഗൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ചലഞ്ചസ് റേസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പറയുന്ന ശ്രീലങ്കൻ റെഫ്യൂജീസ് തമിഴ്നാട്ടിൽ വളരെയധികം കാലങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സോ സ്റ്റിൽ അവർക്കൊരു റീഹാബിലിറ്റേഷൻ പോളിസി ഒന്നും തന്നെ ഗവൺമെൻറ് ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് പോളിസി ഗ്യാപ്പ് ആൻഡ് അൺഈക്വൽ ട്രീറ്റ്മെൻറ്റ്. അതേസമയം തന്നെ ടിബറ്റൻ റെഫ്യൂജീസിൻ്റെ കാര്യത്തിൽ 2014 തൊട്ടേ ഫോർമലായിട്ട് റീഹാബിലിറ്റേഷൻ പോളിസി അവർക്കുണ്ട്. പക്ഷേ അതേസമയം 40 വർഷത്തിലധികമായിട്ട് തമിഴ്നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഈ പറയുന്ന ശ്രീലങ്കൻ റെഫ്യൂജീസിന് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ നാഷണൽ പോളിസീസോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പോളിസീസോ ഒന്നും തന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സോ ഇതൊരു അൺഈക്വൽ ട്രീറ്റ്മെൻറ്റ്, അതേണക്ക് ഒരു പോളിസി ഗ്യാപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ലോങ് ടേം സൊല്യൂഷൻസ് ആണ് നമുക്ക് ആവശ്യം. കാരണം ലോക്കൽ ഇൻ്റഗ്രേഷൻ ആയാലും അവരുടെ ഡിഗ്നിറ്റി, എംപ്ലോയ്മെൻറ്റ്, ഇൻക്ലൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് ഒരു ഫ്രെയിം വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ എഡിറ്റോറിയൽ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് വേൾഡ് റെഫ്യൂജി ഡേയുടെ ഇത്തവണത്തെ സ്ലോഗൻ ഉള്ളത് തന്നെ സോളിഡാരിറ്റി വിത്ത് റെഫ്യൂജീസ് എന്നാണ്. സോ ആ ഒരു കൺസെപ്റ്റിനനുസരിച്ച് ഇന്ത്യയും ഇന്ത്യയുടെ സ്റ്റാൻഡ് മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കിതിൽ കാണാൻ സാധിക്കും. സോ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ടിബറ്റൻ റീഹാബിലിറ്റേഷൻ പോളിസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 2014 ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലുള്ള ടിബറ്റൻ റെഫ്യൂജീസിനുള്ള യൂണിഫോം പോളിസിയാണ് ടിബറ്റൻ റീഹാബിലിറ്റേഷൻ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാൻഡ് ലീസ്, വെൽഫെയർ സ്കീംസ്, ബേസിക് അമ്യൂണിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു പോളിസിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോബ്സ്, ട്രേഡ്, പ്രൊഫഷണൽ വർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ പറയുന്ന ടിബറ്റൻ റെഫ്യൂജീസിനെ അലോ ചെയ്യുന്നതാണ് ഈ ഒരു പോളിസിയിൽ. ദെൻ UNHCR റോൾ ഇൻ റെഫ്യൂജി റീപാട്രിയേഷൻ. അതായത് വോളണ്ടറി ആൻഡ് സേഫ് റിട്ടേൺ ഓഫ് റെഫ്യൂജിയാണ് ഈ UNHCRൻ്റെ റെഫ്യൂജി റീപാട്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ലീഗൽ, മെറ്റീരിയൽ ആൻഡ് ട്രാവൽ സപ്പോർട്ട് നൽകുന്നതായിരിക്കും. അതേണക്ക് തന്നെ അവരുടെ ഹോം കൺട്രിയിലേക്കുള്ള തിരിച്ചു പോക്ക് വളരെ സേഫ് ജേണി ആയിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് UNHCRൻ്റെ മേജർ റോളാണ്. ആൻഡ് ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജി ഇൻ തമിഴ്നാട്. ഏകദേശം 50,000-ഓളം അധികം ആൾക്കാർ ക്യാമ്പുകളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. സോ ഇവരൊക്കെ ശ്രീലങ്കൻ സിവിൽ വാറിൻ്റെ ടൈമിൽ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ്. സോ ഇപ്പോഴും അവർക്ക് തിരിച്ചു പോകണോ വേണ്ടേന്നുള്ള ആ ഒരു ഫിയർ ഇപ്പോഴും അവർക്ക് ഉണ്ട്. സോ അവർക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫുഡോ അല്ലെങ്കിൽ ഷെൽട്ടറോ എംപ്ലോയ്മെൻറ്റോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പും ഇപ്പോഴും അവൈലബിൾ ആയിട്ടില്ല. സോ ഈ പറഞ്ഞ ടിബറ്റൻ റെഫ്യൂജീസിനെ ട്രീറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിലല്ല ശ്രീലങ്കൻ റെഫ്യൂജീസിനെ ഇന്ത്യ സ്റ്റിൽ കാണുന്നത്. ആ ഒരു പോളിസി രീതിയിലേക്ക് മാറ്റം വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ തന്നെ കാണാൻ സാധിക്കും. ആൻഡ് മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം lack of formal policy for Sri Lankan Tamil refugees despite decade-long stays in India, India-Sri Lanka refugee-related diplomatic and legal issues, need for a national refugee policy for long-term integration or dignified repatriation തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് എഡിറ്റോറിയൽ will delay the census affect its implementation. അതായത് 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് ആണ് 2027 മാറ്റിയിട്ടുള്ളത്. കോവിഡ് ഇഷ്യൂസും കാരണങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ മേജർ റീസൺ. സോ ഇത്രത്തോളം ഡിലേ ആവുന്നത് എങ്ങനെയായിരിക്കും, ഇംപ്ലിമെൻറ്റേഷൻ ചലഞ്ചസ് നമുക്ക് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ആൻഡ് സെൻസസ് 2027 വിത്ത് കാസ്റ്റ് എന്യൂമറേഷൻ അനൗൺസ്ഡ്. ഇത്തവണത്തെ സെൻസസിൽ കാസ്റ്റ് എന്യൂമറേഷനും കാര്യങ്ങളും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ആൻഡ് ഇറ്റ് മൂവ് ഇൻ സിഗ്നിഫിക്കൻറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് പോളിസി ഇംപ്ലിക്കേഷൻസ്. കാരണം ഇത്രത്തോളം കാസ്റ്റ് എന്യൂമറേഷൻ ഡേറ്റാസ് നമ്മൾ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്.
സോ ഈ ഒരു ഡിലേ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും? കാരണം ഇത് ഗവേണൻസിനെ അഫക്റ്റ് ചെയ്യും, പ്ലാനിങ്ങിനെ അഫക്റ്റ് ചെയ്യും, വെൽഫെയർ സ്കീംസിനെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന 2011 ഡേറ്റയാണ്. അത് വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും പല പ്ലാനിങ്ങുകളായാലും വെൽഫെയർ സ്കീംസ് ആയാലും ഒക്കെ ഗവൺമെൻറ് ഇപ്പോഴും അനൗൺസ് ചെയ്യുന്നത്. സോ ഇത്രത്തോളം വർഷങ്ങളുടെ ഡിലേ എന്ന് പറയുന്നത് മൈഗ്രേഷൻ ആയാലും ഫെർട്ടിലിറ്റി, അർബനൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടാകും. സോ ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന ഔട്ട്ഡേറ്റഡ് ഡേറ്റ് ഉപയോഗിച്ച് ഈ പറയുന്ന വെൽഫെയർ പോളിസീസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ചലഞ്ചസ് ഇൻ ഡിജിറ്റൽ ആൻഡ് കാസ്റ്റ് ഡേറ്റ കളക്ഷൻ. അതായത് ഡിജിറ്റൽ ടൂൾസ് ഇത്തവണത്തെ സെൻസസിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം എഫിഷ്യൻസി തരുമെങ്കിൽ പോലും വൾനറബിൾ ഗ്രൂപ്പ്സിന് അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യും, എത്രത്തോളം പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റ തരും എന്നുള്ളത് ഇന്നും കൺസേൺ ഉള്ള കാര്യമാണ്. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. സെൻസസ് 2027 കാസ്റ്റ് ഡേറ്റ. അതായത് ഫസ്റ്റ് കാസ്റ്റ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് 1931 ടൈമിലായിരുന്നു. സോ അതിനുശേഷം ഒരു കാസ്റ്റ് എന്യൂമറേഷൻ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഇത്തവണത്തെ സെൻസസിലായിരിക്കും. സോ കാസ്റ്റ്, ലിറ്ററസി, ഒക്കുപ്പേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന് കുറെ കൂടെ ബെറ്റർ പോളിസീസ് എയിം ചെയ്തിട്ടുണ്ടാണ് ഈ പറയുന്ന കാസ്റ്റ് എന്യൂമറേഷൻ ഇത്തവണ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് NPR NRC ലിങ്കേജ്. ഇത്തവണത്തെ സെൻസസിനോടൊപ്പം തന്നെ NPRും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേണക്ക് തന്നെ NPR NRC കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനും, അതായത് സിറ്റിസൺഷിപ്പ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും മറ്റുമൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഡിജിറ്റൽ സെൻസസ് ചലഞ്ചസ് ആൻഡ് ഇറ്റ്സ് ബെനഫിറ്റ്സ്. കാരണം ഓൺലൈൻ സെൽഫ് എന്യൂമറേഷൻ ഈ പറഞ്ഞ ഡിജിറ്റൽ സെൻസസിൻ്റെ കാര്യത്തിൽ പോസിബിൾ ആണ്. കാരണം ഫാസ്റ്ററായിട്ടും വളരെ ആക്യുറേറ്റ് ആയിട്ടും ഉള്ള റിസൾട്ട്സ് നമുക്ക് തരും. ഹ്യൂമൻ എററിൻ്റെ പോസിബിലിറ്റി വളരെയധികം കുറവായിരിക്കും. പക്ഷേ അതേസമയം തന്നെ അവിടെ ചലഞ്ചസും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഡിജിറ്റൽ ഡിവൈഡ് വളരെയധികം കൂടുതലാണ്. ഡേറ്റ പ്രൈവസി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കൺസേൺ ആയിട്ട് മുന്നിലുണ്ട്. ആൻഡ് യൂസ് ഓഫ് 2011 സെൻസസ് ഡേറ്റ. 2011 ഡേറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അത് വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. സോ ഇപ്പോഴും നമ്മൾ പ്ലാനിങ്ങിനും സ്കീംസിനും ഒക്കെ ആ ഒരു ഡേറ്റ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ റിസോഴ്സ് അലോക്കേഷനും മറ്റും വളരെ ആക്യുറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പുതിയ സെൻസസ് എത്രയും പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്താലേ മതിയാകുള്ളൂ. ആൻഡ് മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS1ലും GS2ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻക്ലൂഷൻ ഓഫ് കാസ്റ്റ് ഡേറ്റ ഇൻ സെൻസസ് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്, consequence of delayed census on planning and welfare delivery, challenges and advantages of digitalizing census operation തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എഡിറ്റോറിയൽ, വൈ ഇന്ത്യ ഷുഡ് അഡ്രസ് ഇറ്റ്സ് പ്രൊപ്പൽഷൻ ഗ്യാപ്പ്. കാരണം നമ്മൾ ഈ പറയുന്ന ടെക്നോളജി ആയാലും ഡിഫൻസ് സെക്ടറിലായാലും ഒക്കെ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് എൻജിൻസ് ആണ്. സോ അത് എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, ആ ഒരു പ്രൊപ്പൽഷൻ ഗ്യാപ്പ് നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. AMCA ആൻഡ് പ്രൊപ്പൽഷൻ ഗ്യാപ്പ്. അതായത് ഇന്ത്യയുടെ 5th ജനറേഷൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയൊരു ടെക്നോളജിക്കൽ ലീപ്പായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊപ്പൽഷൻ ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത് എത്രത്തോളം നമുക്ക് ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. കാരണം നമ്മൾ കൂടുതലും ഇമ്പോർട്ടഡ് എൻജിൻസ് ആയ GE F404, F414 തുടങ്ങിയ എൻജിൻസാണ് നമ്മൾ ഇപ്പോഴും വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ HF24 മരുത്, അത് കണക്ക് തന്നെ കാവേരി എൻജിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലുവേഴ്സ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇൻഡിജീനിയസ്ലി ബിൽഡ് ചെയ്ത കാര്യങ്ങൾ കാണാൻ സാധിക്കും. സോ അതിൽ നിന്ന് മാറി എങ്ങനെ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള എൻജിൻസ് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ആ ഒരു സ്ട്രാറ്റജിക് വൾനറബിലിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണുന്നത്. സോ ഒരു ലോങ് ടേം സൊല്യൂഷനാണ് നമുക്ക് ഈ ഒരു പ്രൊപ്പൽഷൻ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യുന്നതിൽ വേണ്ട കാര്യം. അതായത് ഡീപ്പ് R&D ഇൻവെസ്റ്റ്മെൻറ്റ്, റിയൽ സ്ട്രക്ചറൽ റീഫോംസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പ്രൊപ്പൽഷൻ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്, അതായത് ഇന്ത്യയുടെ 5th ജനറേഷൻ സ്റ്റീൽ ഫൈറ്റർ പ്രോജക്റ്റ് ആണത്. ഇത് IAFൻ്റെ സെൽഫ് റിലയൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. സെൽഫ് റിലയൻസും കാര്യങ്ങളും കൂടുതലും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് നമ്മൾ വികസിപ്പിച്ചത്. ദെൻ കാവേരി എൻജിൻ പ്രോജക്റ്റ് ആൻഡ് GTRA. കാവേരി എൻജിൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ജെറ്റ് എൻജിനാണ്. DRDO ആണ് അത് വികസിപ്പിച്ചെടുത്തത്. സ്റ്റിൽ ഇത് ഡിലേ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർ ഡെവലപ്മെൻ്റ് ആണ് നിലവിൽ അതിൻ്റെ കാറ്റഗറി എന്നുള്ളത്. ദെൻ GE 404/414 എൻജിൻസ്, അതായത് ഇതെല്ലാം US എൻജിൻസ് ആണ്.
ഇതിനെയാണ് നമ്മൾ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹൈ ത്രസ്റ്റ് ആണ്, അതിനൊക്കെ തന്നെ കോസ്റ്റും ഒക്കെ വളരെയധികം കൂടുതലാണ്. ഇപ്പോഴും ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു എൻജിൻ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ദെൻ HAL GE എൻജിൻ ഡീൽ. ഈ പറഞ്ഞ GE F414 എൻജിൻസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. അതിനൊക്കെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫറും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. തേജസ്, MK2, അതിനൊക്കെ തന്നെ ഫ്യൂച്ചർ ജെറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. ദെൻ HF-24 മരുത് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് ഫൈറ്റർ ആണ്. അതിനൊക്കെ തന്നെ കുർട്ട് ടാങ്ക് ആണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലും ഇമ്പോർട്ടഡ് എൻജിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS3 ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. കാരണം persistent challenges in developing indigenous jet engines and lessons from past failures, strategic implication of engine import dependency on India's combat readiness, structural reforms needed for developing indigenous propulsion system in aerospace and military platforms തുടങ്ങിയ ടോപ്പിക്കിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, AAIB yet to decide where AI black box will be decoded. അതായത് ഇത്തവണത്തെ അഹമ്മദാബാദ് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ന്യൂസാണ്. ബ്ലാക്ക് ബോക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എവിടെ നമ്മൾ ഡീകോഡ് ചെയ്യും? ഇന്ത്യക്ക് ഇൻഡിജിനസ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു ലാബുണ്ട്, അവിടെ വെച്ച് ഡീകോഡ് ചെയ്യണോ അതോ എബ്രോഡിൽ പോയി ഡീകോഡ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്നും നമുക്ക് കൺസേൺ ആയിട്ടുണ്ട്. കാരണം സേഫ്റ്റിയും ടെക്നിക്കൽ കൺസിഡറേഷനും അവിടെ വലിയൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ആൻഡ് ലാക്ക് ഓഫ് പ്രിലിമിനറി റിപ്പോർട്ട് നോംസ്, അതായത് ഗ്ലോബൽ റൂൾസ് വെച്ച് 30 ദിവസത്തിനുള്ളിൽ പ്രിലിമിനറി ക്രാഷ് റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് റൂൾസ് 2017 പ്രകാരം അങ്ങനെ ഒരു ടൈം ലൈനും കാര്യങ്ങളും ഒന്നും തന്നെ പറയുന്നില്ല. സോ ഇതിന് നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? AAIBയുടെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളുമൊക്കെ വളരെയധികം രീതിയിൽ ഇന്ത്യ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ അതിന് പ്രൊസീജിയറൽ ഗ്യാപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് എത്രത്തോളം ട്രാൻസ്പെറൻസി നമുക്ക് തരും എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. സോ എന്താണ് AAIB? എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ്. സോ ഇന്ത്യയിൽ എയർ ആക്സിഡൻറ്റ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ AAIB ആണ്. DGCAയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുക. സേഫ്റ്റി ആയിരിക്കും ഇവരുടെ മേജർ ഫോക്കസ്, ബ്ലെയിം അല്ല, സേഫ്റ്റിക്കാണ് അവർ കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത്. ദെൻ ബ്ലാക്ക് ബോക്സ് കമ്പോണൻസ് DFDR ആൻഡ് CVR. എന്താണ് ഈ പറഞ്ഞ DFDR? ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിംഗ്. അതായത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ DFDR യൂസ് ചെയ്യുന്നത്. ദെൻ CVR കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. കോക്പിറ്റിലുള്ള വോയിസ്, അതായത് പൈലറ്റിൻ്റെ ഓഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യുന്നത്. രണ്ടും ഇൻവെസ്റ്റിഗേഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ ICAO അനക്സ് 13 വേഴ്സസ് ഇന്ത്യൻ റൂൾസ്. അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാൻഡേർഡാണ് ICAOയിൽ മെൻഷൻ ചെയ്യുന്നത്. ഇന്ത്യൻ റൂൾസ് 2017 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ കൂടുതലും നമ്മൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു ലീഗൽ ആക്ഷൻ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങളൊന്നും തന്നെ കണക്കിലെടുക്കുന്നില്ല. ദെൻ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആക്സിഡൻറ്റ്സ് ആൻഡ് ഇൻസിഡൻറ്റ്സ് റൂൾ 2017. AAIBയുടെ ലീഗൽ ബേസിസ് ആണ് ഇതിൽ കാണാൻ സാധിക്കുക. എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിനൊക്കെ തന്നെ വളരെ ടൈമിലായിട്ട് ഈ പറഞ്ഞ ട്രാൻസ്പെറൻസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ ഇൻസിഡൻസും അന്വേഷിക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളാണ് ഈ റൂൾസ് 2017 നമുക്ക് കാണുന്നത്. AAIBക്കായിരിക്കും എല്ലാ എവിഡൻസിന് മേലുമുള്ള അധികാരമുള്ളത്. ആൻഡ് മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2ലും GS3ലും ഇത് വളരെയധികം റെലവൻ്റ് ആണ്. ഗ്യാപ്സ് ഇൻ ഏവിയേഷൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ റൂൾസ് ആൻഡ് ട്രാൻസ്പെറൻസി മെക്കാനിസം, റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ഇൻ എൻഷുറിംഗ് എയർ സേഫ്റ്റി, കംപ്ലയൻസ് വിത്ത് ICAO സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ഏവിയേഷൻ സേഫ്റ്റി റിപ്പോർട്ടിംഗ് തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം റെലവൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ന്യൂസ്, ദ അൺറെഗുലേറ്റഡ് ഡ്രിങ്ക് റീതിങ്കിങ് ആൽക്കഹോൾ കൺട്രോൾ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ആൽക്കഹോൾ കൺസപ്ഷൻ വളരെയധികം കൂടിയിരിക്കുകയാണ്. സോ ഇതുണ്ടാക്കുന്ന എക്കോണമിക് ആൻഡ് സോഷ്യൽ കോസ്റ്റും വൾണറബിലിറ്റീസും ഒക്കെ എത്രത്തോളമാണ് എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. സോ ഇത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ ക്രൈസിസ് വളരെയധികം റൈസ് ചെയ്തിട്ടുണ്ട്. ആൽക്കഹോൾ കൺസപ്ഷനെ കുറിച്ചുള്ള അവയർനെസ് ആയാലും റെഗുലേഷൻ ആയാലും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ വളരെയധികം കുറവാണ്. ദെൻ ലാക്ക് ഓഫ് യൂണിഫൈഡ് നാഷണൽ പോളിസി. അതായത് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു കോൺട്രഡിക്ടറി രീതിയിലായിരിക്കും നമുക്ക് പോളിസീസ് മൊത്തത്തിൽ കാണാൻ സാധിക്കുക. കാരണം പലപ്പോഴും അവർ ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം മിക്ക സ്റ്റേറ്റിൻ്റെ മേജർ റവന്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആൽക്കഹോളാണ്. സോ ഒരു സൈഡിൽ അവർ ഈ പറഞ്ഞ ആൽക്കഹോളിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുമ്പോൾ മറ്റു സൈഡിൽ നിന്ന് ആൽക്കഹോൾ കൺസപ്ഷൻ മോശമാണ്, അത് ഈ പറയുന്ന സോഷ്യൽ ആൻഡ് എക്കോണമിക് കോസ്റ്റ് വളരെയധികം വൾണറബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളും ഈ രണ്ട് സൈഡിൽ നിന്നുമുള്ള ഗവൺമെൻറ് വ്യൂസും നമുക്ക് വളരെയധികം കോൺട്രഡിക്ടറി ആണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു എഡിറ്റോറിയൽ 7 pronged സ്ട്രാറ്റജി
ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് റെഗുലേറ്റ് അഫോർഡബിലിറ്റി, അക്സസിബിലിറ്റി, അഡ്വർടൈസ്മെന്റ്, അട്രാക്റ്റീവ്നെസ്, അവയർനെസ് ആൻഡ് അലോക്കേഷൻ ഓഫ് ടാക്സ് റവന്യൂ. അങ്ങനെ ഒരു 7 പോയിന്റ് സ്ട്രാറ്റജി ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കും. അതേ കണക്കിന് ആൽക്കഹോൾ പ്രൊമോഷൻ ഓൺലൈനിൽ തടയാനായിട്ട് AI-ന്റെ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ എടുക്കണമെന്നുള്ളതും നമുക്ക് ഈ ഒരു എഡിറ്റോറിയൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ NAPDDR, അതായത് സെൻട്രലിന്റെ സ്കീമാണ്. ഡ്രഗ് പ്രിവെന്റേഷനും റീഹാബിലിറ്റേഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു NAPDDR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫണ്ട് റേസ് ചെയ്യുക, അതിനൊക്കെ അവയർനെസ് ഉണ്ടാക്കുക, ഡി അഡിക്ഷൻ സെന്റേഴ്സ്, സ്കിൽ ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്. യൂത്തിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഹൈ റിസ്ക് ഏരിയാസിനും കൂടുതൽ ഫോക്കസ് ഈ ഒരു NAPDDR കൊടുക്കുന്നുണ്ട്. ദെൻ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പോളിസി 2014 ഫസ്റ്റ് നാഷണൽ മെൻ്റൽ ഹെൽത്ത് പോളിസി നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെൻ്റൽ ഹെൽത്ത് റൈറ്റുമായിട്ട് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതിനൊക്കെ തന്നെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിഗ്മ കുറയ്ക്കുക, കമ്മ്യൂണിറ്റി കെയർ വളരെയധികം കൂട്ടുക, അതിനൊക്കെ ജനറൽ ഹെൽത്ത് പോളിസിയിൽ ഈ പറഞ്ഞ മെൻ്റൽ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഒരു പോളിസിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നാഷണൽ ഹെൽത്ത് പോളിസി 2017, അതായത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആണ് അതുകൊണ്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൈമറി കെയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിനൊക്കെ തന്നെ പബ്ലിക് ഹെൽത്ത് സ്പെൻഡിങ്ങിന് കൂടുതലും ഗവൺമെൻറ് ബഡ്ജറ്റിൽ മാറ്റിവെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു നാഷണൽ ഹെൽത്ത് പോളിസിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി 2022 ഗവൺമെൻറ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് നാഷണൽ സൂയിസൈഡ് പ്ലാൻ ആയിരുന്നു ഇത്. സോ ഇയർലി ഡിറ്റക്ഷൻ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കമ്മ്യൂണിറ്റി സപ്പോർട്ട്, സ്റ്റിഗ്മ റിഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു മൾട്ടി സെക്ടറൽ ആയിട്ടുള്ള അപ്രോച്ചാണ് നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ആൽക്കഹോൾ ആൻഡ് GST. ആൽക്കഹോൾ എന്ന് പറയുന്നത് GSTയുടെ അണ്ടറിൽ വരുന്ന കാര്യമല്ല. സോ ഇതിൻ്റെ ടാക്സ് ആയാലും റെഗുലേഷൻ ആയാലും ഒക്കെ സ്റ്റേറ്റിൻ്റെ കൺട്രോളിലാണ് വരുന്നത്. മിക്ക സ്റ്റേറ്റിൻ്റെയും ഒക്കെ ഒരു മേജർ റവന്യൂ സോഴ്സ് ആണ് ഈ പറയുന്ന ആൽക്കഹോൾ. ആൻഡ് മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഇത് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആബ്സെൻസ് ഓഫ് യൂണിഫൈഡ് നാഷണൽ ആൽക്കഹോൾ പോളിസി ഡെസ്പൈറ്റ് റൈസിംഗ് സോഷ്യൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ്, പബ്ലിക് ഹെൽത്ത് ഇമ്പാക്ട് ഓഫ് ആൽക്കഹോൾ കൺസപ്ഷൻ, ഇന്റർ മിനിസ്ട്രിയൽ കോർഡിനേഷൻ ഫെയിലുവേഴ്സ്, conflict between state excise revenue from alcohol and long-term health or social cost, role of digital regulation and AI in public health and misinformation management തുടങ്ങിയ ടോപ്പിക്കുകളിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് നമ്മൾ മേജറായിട്ടുള്ള എല്ലാ എഡിറ്റോറിയൽസും നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.